NTPC ലിമിറ്റഡ്. മുമ്പ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നറിയപ്പെട്ടിരുന്ന NTPC ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യുതി മന്ത്രാലയത്തിന്റെയും ഇന്ത്യാ ഗവൺമെന്റിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു ഇന്ത്യൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദനവും വിതരണവുമാണ് NTPCയുടെ പ്രധാന പ്രവർത്തനം. എഞ്ചിനീയറിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, പവർ പ്ലാന്റുകളുടെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്ന കൺസൾട്ടൻസി, ടേൺകീ പ്രോജക്ട് കരാറുകളും ബോഡി ഏറ്റെടുക്കുന്നു. General information. Technical performance. Shareholding. Technical levels. സ്റ്റോക്ക് പ്രകടനം. കമ്പനിയുടെ സ്ഥിരതയാർന്ന പ്രവർത്തന പ്രകടനവും പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് വൈവിധ്യവത്കരിക്കാനുള്ള ശ്രമങ്ങളും പ്രതിഫലിപ്പിക്കുന്ന NTPCയുടെ സ്റ്റോക്ക് സമീപ വർഷങ്ങളിൽ മിതമായ വളർച്ച രേഖപ്പെടുത്തി. സ്റ്റോക്കിന് ഉയർന്ന ചാഞ്ചാട്ടമോ സ്ഫോടനാത്മക വളർച്ചയോ ഇല്ലെങ്കിലും അത് വിശ്വസനീയമായ ദീർഘകാല പ്രകടനമായി കണക്കാക്കപ്പെടുന്നു. കമ്പനിയുടെ പുനരുപയോഗ ഊർജ്ജ സംരംഭങ്ങളും താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള സ്ഥിരമായ വരുമാന സ്ട്രീമുകളും മൂലം കഴിഞ്ഞ ഒരു വർഷമായി NTPC ഓഹരികൾ പ്രതിരോധശേഷി പ്രകടമാക്കി. NTPC ഓഹരി വില. NTPCയുടെ ഓഹരി വില സമീപ മാസങ്ങളിൽ ഉയർന്ന പാതയിലാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് 30% കഴിഞ്ഞ ഒരു വർഷത്തിൽ 84% നേട്ടമുണ്ടാക്കി. കമ്പനിയുടെ ശക്തമായ സാമ്പത്തിക പ്രകടനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജോൽപാദന കമ്പനി എന്ന നിലയിലുള്ള സ്ഥാനം എന്നിവ നിക്ഷേപകർക്ക് ആകർഷകമായ നിക്ഷേപ ഓപ്ഷനാക്കി മാറ്റി. കമ്പനിയുടെ വിപണി മൂലധനം നിലവിൽ ഏകദേശം 4 ലക്ഷം കോടി രൂപയാണ്. ഇത് വൈദ്യുതി മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി മാറുന്നു. NTPCയുടെ ഓഹരി വില 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് വ്യാപാരം ചെയ്യുന്നത്. ന്യൂസ്. NTPCയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും രാജസ്ഥാനിലെ മഹി ബൻസ്വാരയിൽ 700 മെഗാവാട്ട് ശേഷിയുള്ള 4 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് അശ്വിനി എന്ന സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിന് അനുമതി ലഭിച്ചു. 2031-32 ഓടെ 22,800 മെഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയെ ഈ സംരംഭം പിന്തുണയ്ക്കുന്നു. NTPC ഗ്രീൻ എനർജി IPO 10,000 കോടി രൂപയുടെ പബ്ലിക് ഇഷ്യൂവിനായി PSU ഉടൻ ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു. NTPC ഗ്രീൻ എനർജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ കമ്പനിയായ PSU ഭീമൻ NTPCയുടെ പുനരുപയോഗ ഊർജ്ജ വിഭാഗമാണ് NTPC ഗ്രീൻ എനർജി. NTPCയുടെ പുനരുപയോഗ ഊർജ്ജ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിലും ഇന്ത്യയിലുടനീളവും വിദേശത്തും അതിന്റെ ഹരിത കാൽപ്പാടുകൾ വികസിപ്പിക്കുന്നതിലും ഈ അനുബന്ധ സ്ഥാപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. NTPC ഗ്രീൻ എനർജി അടുത്ത ദശകത്തിൽ 60 ജിഗാവാട്ട് പുതുക്കാവുന്ന പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. ഓഹരി വിൽപ്പന വരുമാനം ഉപയോഗിച്ച് അതിന്റെ ഫോസിൽ ഇതര കമ്പനികൾ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ്, ഗ്രീൻ ഹൈഡ്രജൻ, അമോണിയ നിർമ്മാണ പദ്ധതികൾ എന്നിവ വികസിപ്പിക്കാനും ഇത് ശ്രമിക്കുന്നു. ഇമൊബിലിറ്റി, വേസ്റ്റ് ടു വെൽത്ത് പദ്ധതികളിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. NTPC ഗ്രീൻ എനർജി IPO 100 ബില്യൺ രൂപയുടെ പ്രൊജക്ട് ഇഷ്യൂ വലുപ്പത്തിൽ 2022 മെയ് മാസത്തിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 210 ബില്യൺ രൂപയുടെ IPOയ്ക്ക് ശേഷം ഒരു പൊതുമേഖലാ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയാണ് NTPC ഗ്രീനിന്റെ IPO. 2024 ഒക്ടോബറിലോ നവംബറിലോ NTPC ഗ്രീൻ എനർജിയുടെ IPO സമാരംഭിക്കാൻ NTPC തയ്യാറെടുക്കുന്നു. NTPC ഗ്രീൻ എനർജി അടുത്തിടെ നിക്ഷേപ ബാങ്കർമാരെ ലിസ്റ്റിംഗിനായി തിരഞ്ഞെടുത്തു. IPO വരുമാനം സോളാർ, ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ എന്നിവയിലുടനീളമുള്ള നിലവിലുള്ളതും ഭാവിയിലേതുമായ പ്രോജക്റ്റുകൾക്ക് ധനസഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. NTPC ക്വാർട്ടർ 1 ഫലങ്ങൾ. NTPC ലിമിറ്റഡ് 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ശക്തമായ സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിച്ചു. വരുമാനത്തിലും ലാഭത്തിലും ഗണ്യമായ ഇരട്ട അക്ക വളർച്ച പ്രകടമാക്കുന്നു. NTPCയുടെ മൊത്തം സ്ഥാപിത ശേഷി 3024 മെഗാവാട്ട് വർദ്ധിച്ച് 2024 ജൂൺ അവസാനത്തോടെ 76,048 മെഗാവാട്ടിലെത്തി. കമ്പനിയുടെ മൊത്തം വൈദ്യുതി ഉത്പാദനം 10% വർദ്ധിച്ച് 98 ബില്യൺ യൂണിറ്റായി. 2024 ഏപ്രിൽ ജൂൺ പാദത്തിൽ NTPCയുടെ ഏകീകൃത വരുമാനം 12% വർദ്ധിച്ച് 48,521 കോടി രൂപയായി.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 43,075 കോടി രൂപയായിരുന്നു. Prediction. Conclusion. NDPC ഒരു ഉറച്ച ദീർഘകാല നിക്ഷേപ ഓപ്ഷനാണ്, പ്രത്യേകിച്ച് കുറഞ്ഞ റിസ്ക് പ്രൊഫൈലുള്ള സ്ഥിരമായ വരുമാനം തേടുന്നവർക്ക്. കമ്പനിയുടെ സുസ്ഥിരമായ സാമ്പത്തിക പ്രകടനം, സർക്കാർ പിന്തുണ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിലെ വളർച്ചയ്ക്ക് മികച്ച സ്ഥാനം നൽകുന്നു. സ്റ്റോക്ക് ദ്രുതഗതിയിലുള്ള ഹ്രസ്വകാല നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിലും ഊർജ്ജ മേഖലയുമായി സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്ന യാഥാസ്ഥിതിക നിക്ഷേപകർക്ക് ഇത് ഒരു വിശ്വസനീയമായ ഓപ്ഷനായി തുടരുന്നു. Thank you.